എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 7ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നോക്കാം. എ വെസൽ ഫുൾ ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫിൽ 3 bottles ഓഫ് സെയിം സൈസ്. Milk in each bottle is used to fill 4 cups of the same size. What fraction of the milk in the first vessel is the milk in each cup? അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ആദ്യം എന്താ പറഞ്ഞാൽ, ഒരു വെസലില് നിറയെ മിൽക്കുണ്ട്. അതെന്ത് ചെയ്യണു? 3 ബോട്ടിലുകളിലായിട്ട് നിറച്ചിരിക്കാം. 3 bottles ഓഫ് സെയിം സൈസിൽ നിറച്ചിരിക്കാം. അപ്പോൾ ഒരു ബോട്ടിൽ എത്രയാ വരിക? ആകെ ഉള്ളതിന്റെ 1/3 ആയിരിക്കും അല്ലെ. മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ ഈസ് 1/3 ഓഫ് ദി ടോട്ടൽ. ആ വെസലിലുള്ള മൊത്തം മിൽക്കിന്റെ 1/3 പാർട്ടായിരിക്കും ഒരു ബോട്ടിലുള്ളത്. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഒരു ബോട്ടിലിലെ മിൽക്ക് എന്ത് ചെയ്യണു? 4 കപ്പുകളിലായിട്ട് നിറയ്ക്കുന്നു. ഒരു ബോട്ടില് 4 കപ്പ്. അപ്പോൾ ആ മിൽക്ക്, അതായത് 1/3 ഓഫ് ദി ടോട്ടലിന്റെ 4ൽ1 ഭാഗമായിരിക്കും എവിടെ വരിക? അതായത് മിൽക്ക് ഇൻ ഈച്ച് കപ്പ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ അല്ലെ. അപ്പൊ 1/4 ഓഫ് ഈച്ച് ബോട്ടിലാണ് എന്താ പറയുന്നത് ഒരു കപ്പിലുള്ളത്. അപ്പൊ ടോട്ടലിന്റെ 1/3 ആണ് ഒരു ബോട്ടിലുള്ള 1/3 ഓഫ് ദി ടോട്ടൽ. ഒരു കപ്പിലുള്ള 1/4 ഓഫ് 1 ബോട്ടിൽ. അപ്പൊ 1/4 ഓഫ് 1 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ടോട്ടൽ. അപ്പൊ 1/4 ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 1/3, അതായത് 1/12. അപ്പൊ 1/12 പാർട്ടാണ് ആകെ ഉള്ളതിന്റെ 12ൽ1 ഭാഗമാണ് ഒരു എവിടെയുള്ള ഒരു കപ്പിലുള്ളത്. അപ്പോൾ ഒരു കപ്പിലോ ആകെ ഉള്ളതിന് എത്ര ഭാഗം എന്നാണ് ചോദിച്ചത്? ആകെ ഉള്ളതിന്റെ 12ൽ1 ഭാഗമാണ് ഒരു കപ്പിലുള്ളത്. ക്ലിയർ ആയല്ലോ? ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഡ്രോ എ ബി ഓഫ് ലെങ്ത് 12 cm, AC ഈക്വൽ ടു 2/3 AB, AD ഈസ് ഈക്വൽ ടു 1/4 AC. വാട്ട് പാർട്ട് ഓഫ് AB ഈസ് AD? ഇതുപോലെ ചെയ്യുന്നതാണ്. ഒരു ലൈൻ AB, അതിന്റെ മൊത്തം നീളം 12 cm ആണ്. ഇനി എന്ത് ചെയ്യണോ? 2/3 പാർട്ട് ഓഫ് AB. ആ AB-യുടെ 2/3 പാർട്ട് AC ആയിട്ട് വരും. അപ്പൊ AC അതിലൊന്ന് മാർക്ക് ചെയ്യാം. AC ഈസ് ഈക്വൽ ടു 2/3 ഓഫ് AB. ഇത്രയും ആകെയുള്ള AB-യുടെ 2/3 പാർട്ടാണ് AC. അപ്പൊ 2/3 ഇൻറ്റു 12 വരും. ആകെ 12 ആണ്. അപ്പൊ 2/3 ഇൻറ്റു 12, അതായത് 2/3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 12 24/3, ദാറ്റ് ഈസ് 8. അപ്പൊ AC എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? AD ഈസ് 1/4 ഓഫ് AC. ഈ AC-യുടെ 1/4 ആണ് AD. അപ്പോ AD 1/4 ഓഫ് AC എന്ന് പറയുമ്പോൾ AC 8 എന്ന് കിട്ടി. അപ്പൊ 1/4 ഇൻറ്റു 8, അതായത് 2 cm ആണ് AD. ഇത്രയാണ് AD, അതായത് AC-യുടെ 1/4 പാർട്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് പാർട്ട് ഓഫ് AB ഈസ് AD? AB-യുടെ എത്ര പാർട്ടാണ് AD? AD എന്ന് പറഞ്ഞാൽ 2, AB എന്ന് പറയുന്നത് മൊത്തം 12 ആണ്. അപ്പോ എന്താണ് 1/3? നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് എടുത്തത്. 1/4 ഇൻറ്റു 2/3, അതായത് 2/3 AB ആണ് അല്ലെ. വാട്ട് പാർട്ട് ഓഫ് AB ഈസ് AD എന്നാണ്. അപ്പൊ AD എന്ന് പറയുന്നത് AB-യുടെ എത്ര പാർട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AB-യുടെ AD ഈസ് ഈക്വൽ ടു 1/4 AC, ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 8, ദാറ്റ് ഈസ് 2 എന്നറിയാം. അപ്പൊ അത് 1/4 ഇൻറ്റു 2/3 AB ആയിട്ട് വരും. AC എന്ന് പറഞ്ഞാൽ 2/3 AB ആണ്. 1/4 ഇൻറ്റു 2/3 AB, അത് എന്ത് കിട്ടും? 1 ഇൻറ്റു 2, 2/12 AB, അതായത് 1/6 പാർട്ട് ഓഫ് AB. ആകെ ഉള്ളതിന്റെ 1/6 പാർട്ട്. നേരിട്ട് ഇങ്ങനെയും കണ്ടുപിടിക്കാം കേട്ടോ. ആകെ 12 ആണ്, AD മാത്രം 2 ആണ്. അപ്പൊ 2/12 ഓഫ് AB എന്ന് ഡയറക്റ്റ് കിട്ടും. നമ്മൾ ആ ഫ്രാക്ഷന്റെ രൂപത്തിലൊന്നും എടുത്തു പോയെന്നുള്ളൂ. ആകെ നീളം 12 ആണ്, അതിൽ AD മാത്രം 2 ആണ്. അപ്പൊ AD ആകെ ഉള്ളതിന്റെ എത്ര പാർട്ട് എന്ന് ചോദിച്ചാൽ 2/12 സമം 1/6 AB എന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ അല്ലാതെ ഈ തന്നിരിക്കുന്ന രീതിയിൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതി കണ്ടുപിടിക്കാം. അപ്പോൾ 1/6 പാർട്ട് ഓഫ് AB ആണ് AD. ക്ലിയർ ആണല്ലോ? വേറെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദി ഫോളോയിങ്. 3/7 ഓഫ് 2/5. അപ്പൊ നമ്മൾ ഇത് ഫ്രാക്ഷൻ നേരിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ 3/7 ഓഫ് 2/5 എന്ന് പറഞ്ഞാൽ 3/7 ഇൻറ്റു 2/5, അതായത്
3 into 2 by 7 into 5. അതായത് 6 by 35. നമുക്ക് ഡയറക്റ്റ് ഇനി ചെയ്യാം. അതായത് 3 by 7 of 2 by 5, 3 by 7 into 2 by 5. അപ്പോൾ 3 into 2 by 7 into 5. That is 6 by 35. അതാണ് എക്സാമ്പിൾ. 3 by 5 of 2 by 7. അവിടെ ഇത് തന്നെ 3 by 5 into 2 by 7. അപ്പോൾ 3 into 2 by 5 into 7. That is 6 by 35. വേറെ എക്സാമ്പിൾ നോക്കാം. 2 by 3 of 3 by 4. അപ്പോൾ 2 by 3 into 3 by 4. അതായത് 2 into 3 by 3 into 4. അതായത് 6 by 3 into 4 12. 6 by 12 എന്ന് പറഞ്ഞാൽ 1 by 2. അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് എഴുതാം. 3 3 ക്യാൻസൽ ആവും. അപ്പോൾ 2 by 4 അത് 1 by 2. അങ്ങനെയും ചെയ്യും. വേറൊരു എക്സാമ്പിൾ നോക്കൂ. 5 by 6 of 3 by 10. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. 5 by 6 into 3 by 10 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടുക? 5 into 3 by 6 into 10. അതായത് 15 by 60. അതുപോലെ തന്നെ 15 by 60 എന്ന് പറഞ്ഞാൽ 15 4s are 16 എന്നാണ്. അപ്പോൾ 15 into 4 are 16. അപ്പോൾ 1 by 4 എന്ന് കിട്ടും. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 by 4 ആണ് 5 by 6 or 3 by 10. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഫ്രാക്ഷൻ്റെ പാർട്ട് ഓഫ് പാർട്ടാണ് നമ്മളിവിടെ. അതിൻ്റെ പാർട്ട് ഓഫ് പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? അത് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.